കരുനാഗപ്പള്ളി മാലുമേൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മേടവിഷു മഹോത്സവത്തിന് തുടക്കമായി. മേടവിഷു മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള മാലുമേൽ സാന്ത്വനം ആധ്യാത്മിക സാംസ്കാരിക സമ്മേളനം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. മാലുമേൽ ദേവസ്വം പ്രസിഡന്റ് S. രഘുനാഥന്റെ അധ്യക്ഷതയിൽ സാംസ്കാരിക സമ്മേളനവും മാലുമേൽ ദേവികാരുണ്യ നിധി സമാഹരണ ഉദ്ഘാടനവും CR മഹേഷ് MLA നിർവഹിച്ചു. ഏറ്റവും മഹത്തരമായ ഗ്രന്ഥത്തിലെ ഓരോ വരികൾക്കിടയിലുള്ള അർത്ഥങ്ങളും കഥകളും ഉപകഥകളും എത്ര മനോഹരമായി ലളിതമായി പറഞ്ഞാലും നമ്മൾ എത്ര പേർ അത് കേൾക്കുന്നുണ്ട്. പിന്നീട് ഒരു വർഷക്കാലം അടുത്ത സപ്താഹം വരെയും നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊരു ആത്മപരിശോധന ഈ സപ്താഹ യജ്ഞത്തിന് നേതൃത്വം കൊടുക്കുന്നവരും ഇത് കേൾക്കുന്നവരും നടത്തിയാൽ നന്നായിരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി പറയുവാൻ അറിയാവുന്ന സ്വാമി ഉദിത് ചൈതന്യ അവറുകൾ ഈ ചടങ്ങിൽ പ്രസംഗിക്കുന്നുണ്ട്. 11 ദിവസം നീണ്ടു നിൽക്കുന്ന കലാസന്ധ്യകളുടെ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്ര വർമ്മ നിർവഹിച്ചു. അത് കല എന്ന് പറയുന്നത് നമ്മൾ പറയും കരണങ്ങളുടെ ലയമാണ് കല. അതല്ല, കരണങ്ങൾ എന്ന് വെച്ചാൽ ഒത്തിരി സമൂഹങ്ങൾ ചേരുന്നതിന്റെ ലയമാണ് കല എന്നുള്ളത് പിന്നെ നാട്യശാസ്ത്രമൊക്കെ പറയുന്ന കഥയാണ്. അതൊന്നല്ല, കണ്ണീരിന്റെ ലക്ഷ്യമാണ് കല. ദേവസ്വം സെക്രട്ടറി ഷിബു S. തൊടിയൂർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പനക്കിനുണ്ണി നന്ദിയും പറഞ്ഞു. V. മുരളീധരൻ, സ്വാമി ഉദിത് ചൈതന്യ എന്നിവർ പങ്കെടുത്തു. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചടങ്ങുകളോടെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത്. ലോകപ്രശസ്തനായ യജ്ഞാചാര്യൻ സ്വാമി ഉദിത് ചൈതന്യ സപ്താഹത്തിന് നേതൃത്വം നൽകും. യജ്ഞപന്തലിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ 5 വ്യത്യസ്ത ദിനങ്ങളിലായി വിമുക്ത സൈനിക നീതിപാലക സംഗമം, കർഷക തൊഴിലാളി സംഗമം, മാതൃസംഗമം, ഗുരുവന്ദനം, വിദ്യാർത്ഥി യുവജന സംഗമം തുടങ്ങി നൂതനമായ ചടങ്ങുകൾ നടക്കും. പ്രശസ്തമായ മാലുമേൽ പൊങ്കാല ഏപ്രിൽ 13-നാണ് നടക്കുന്നത്. മാളികപ്പുറം ഫെയിം ദേവനന്ദ പൊങ്കൽ മഹോത്സവത്തിന് ഭദ്രദീപം തെളിയിക്കും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.